ഇടുക്കിയിൽ വട്ടവട എന്ന് പറയുന്ന സ്ഥലം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അവിടെ ഭൂപതി എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീയെ നിങ്ങൾ മറന്നുപോയില്ലേ? ഭൂപതി എന്ന് പറയുന്ന ആ സാധു സ്ത്രീയെ മറന്നാലും നാൻ പറ്റ മകനെ എന്ന അവരുടെ അലമുറ ഇപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ വിറങ്ങലിച്ച് ഓർമ്മയായിട്ട് അവശേഷിക്കുന്നില്ലേ? മഹാരാജാസ് കോളേജിൽ SFIയുടെ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിൻ്റെ അമ്മ. അഭിമന്യുവിൻ്റെ അമ്മ ഇത്തവണയും പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ വല്ലാതെ കുറ്റബോധത്തോടു കൂടിയിട്ടായിരിക്കും ആ അമ്മ വോട്ട് ചെയ്യുക. അഭിമന്യുവിനെയൊക്കെ നിങ്ങൾ എന്നേ മറന്നുപോയി. മഹാരാജാസിൽ SFIയുടെ സംഘടനാ പ്രവർത്തകനായതിന്റെ പേരിൽ SDPIക്കാരാൽ കൊല്ലപ്പെട്ട, നിങ്ങൾ കേരളത്തിലെ ചുമരുകളായ ചുമരുകളിൽ മുഴുവൻ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം എഴുതി വെച്ച ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. ആ മറന്നതിന് ശേഷം നിങ്ങളിപ്പോൾ നേമം മുതൽ വേങ്ങര വരെയും മങ്കട മുതൽ മഞ്ചേശ്വരം വരെയും തെരഞ്ഞെടുപ്പ് ധാരണ SDPIയുമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം മറന്നുപോയാലും മായാതെ കിടക്കുന്ന വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളുടെ മുകളിൽ വെള്ളയടിച്ച് നാൻ പറ്റ മകനെ മാപ്പ് എന്നെഴുതി വെച്ചിട്ടേ നിങ്ങൾ വോട്ട് പിടിക്കാൻ ഇറങ്ങാവുള്ളൂ എന്നൊരു അഭ്യർത്ഥനയാണ് CPMന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്. അഭിമന്യു കൊല്ലപ്പെട്ട് വർഷം 2 തികയുന്നതിന് മുൻപ് അഭിമന്യു കൊലക്കേസിലെ 4ാം പ്രതിയായ അമാൻ ഫറൂഖി എന്ന SDPI പ്രവർത്തകന്റെ പഞ്ചായത്തായ കോട്ടാങ്ങലിൽ തന്നെ CPMO SDPIയുമായി ചേർന്ന് പഞ്ചായത്ത് ഭരിച്ച ആളുകൾക്ക് കേരളം മുഴുവൻ ആ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് പ്രത്യേകിച്ച് മനസാക്ഷിക്കുത്തൊന്നുമില്ല. ആ മനസാക്ഷിക്കുത്തൊന്നും മറയ്ക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഇന്ന് പറഞ്ഞത് പാലക്കാട് നിങ്ങളൊക്കെ ചങ്ങായിമാരായില്ലേ എന്ന്. പാലക്കാടിനെ പറ്റി പറയുമ്പോൾ പാലക്കാട് ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 18,840 വോട്ടുകൾക്ക് വിജയിച്ച ആള് ഞാനാണ്. ശ്രീ വിജയനോടും വിജയനെ പിന്തുണയ്ക്കുന്ന സേനയോടും ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, SDPIയുടെ വോട്ട് എനിക്ക് വേണമെന്ന് പറയുന്ന ഒരൊറ്റ വീഡിയോ, ഏതെങ്കിലും ഒരു ബൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടോ? ഇന്നിപ്പോ ശിവൻകുട്ടിയെ പറ്റി SDPI നേതാക്കന്മാർ പറഞ്ഞത് ശിവൻകുട്ടി വോട്ട് ചോദിച്ചു എന്നാ. പാലക്കാട് അടക്കമുള്ള ഏതെങ്കിലും ഒരു SDPI നേതാവിനോട് ഞാൻ അവരോട് വോട്ട് ആവശ്യപ്പെട്ടതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ്, അത് ഡിജിറ്റൽ എവിഡൻസോ ഫിസിക്കൽ എവിഡൻസോ എന്തെങ്കിലും ഒരു തെളിവ് നിരത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. എന്നോട് SDPIയുടെ വോട്ട് വേണമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് SDPIയിൽ മാത്രം എന്തിനാണ് ലിമിറ്റ് ചെയ്യുന്നത്? വർഗീയമായി ചിന്തിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യന്റെ പോലും വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതിന്റെ കൂടി അംഗീകാരമായിട്ടാണ് പാലക്കാടിന്റെ മതേതര മണ്ണ് എന്നെ വലിയ വോട്ടിൽ വിജയിപ്പിച്ചതെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. മറിച്ച് നിങ്ങളുടെ ശിവൻകുട്ടി എന്താ പറഞ്ഞിട്ടുള്ളത്? ശ്രീ ശിവൻകുട്ടി പറഞ്ഞത് ഞാൻ കേൾപ്പിക്കാം. തെരഞ്ഞെടുപ്പിൽ ആദ്യം ഇറക്കുന്ന അഭ്യർത്ഥനയാണല്ലോ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പറയാൻ പറ്റുമോ? ഇന്ന ആൾക്കാർ മാത്രം വോട്ട് ചെയ്താൽ ബാക്കിയുള്ളവർ വോട്ട് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റും? കേട്ടല്ലോ, അഭ്യർത്ഥനയിൽ പറയാൻ കഴിയുമോ ഇന്ന ആളുകളുടെ വോട്ട് വേണ്ട, ഇന്ന ആളുകളുടെ വോട്ട് മതിയെന്ന്? ഞങ്ങൾക്ക് പറയാൻ കഴിയും. വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെയും വോട്ട് വേണ്ട. ശിവൻകുട്ടിക്ക് മാത്രമല്ല SDPI വോട്ടുകളോട് അസ്പർശ്യതയില്ലാത്തത്. CPMന്റെ വളരെ മുതിർന്ന നേതാവും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലയിലെ എല്ലാ സീറ്റുകളുടെ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്ന ശ്രീ തോമസ് ഐസക്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിനെ ആർക്ക് വേണമെങ്കിൽ പിന്താങ്ങിയാലും ഞങ്ങൾ ആ വോട്ട് വേണ്ടെന്ന് പറയത്തില്ല. ഞങ്ങളുടെ നയത്തെ ആര് പിന്താങ്ങിയാലും ആ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്ന് തോമസ് ഐസക് ഇത് എവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രസക്തം. 2021 ആണ്ട് ഡിസംബർ 18 ഷാൻ എന്ന് പറയുന്ന SDPI പ്രവർത്തകനെ അതിക്രൂരമായി RSSR കൊല ചെയ്യുന്നു. 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തിരിച്ച് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന RSS പ്രവർത്തകനെ SDPIക്കാർ ക്രൂരമായി കൊല ചെയ്യുന്നു. അത്രയ്ക്ക് SDPIക്ക് സംഘടനാ സ്വാധീനമുള്ള ആലപ്പുഴ ജില്ലയിൽ അവർക്ക് പൊളിറ്റിക്കൽ ലെജിറ്റിമസി കൊടുക്കുകയാണ് CPMന്റെ തലമുതിർന്ന നേതാവ് തന്നെ. ഇപ്പോ വേങ്ങരയിൽ നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആരാണ്? സഭാവ്. ആരാണ് ഈ സഭാവ്? 2021 ആണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് UDFന് വേണ്ടി മത്സരിച്ചപ്പോൾ അവിടെ SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഭാവാണ് ഇത്തവണത്തെ LDFന്റെ സ്ഥാനാർത്ഥി. അങ്ങനെ മത്സരിക്കുന്ന ആ വേങ്ങരയിൽ ശ്രീ KM ഷാജി പറഞ്ഞിട്ടുണ്ട് SDPIയുടെ വോട്ട് വാങ്ങിയിട്ടുള്ള ഒരു ജയവും എനിക്ക് വേണ്ട എന്ന്. മഞ്ചേശ്വരത്ത് എന്താ പ്രശ്നം? മഞ്ചേശ്വരത്ത് SDPIയുടെ നേതാക്കന്മാർ പറഞ്ഞത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ UDF തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തി, അതുകൊണ്ട് UDFനെ പരാജയപ്പെടുത്തുമെന്നാണ്. അവിടെ UDFും BJPയും തമ്മിൽ മത്സരിക്കുമ്പോൾ പോലും UDF വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് SDPI. നേമത്ത് നിങ്ങളെ പിന്തുണയ്ക്കുകയാണ് SDPI. ഒന്ന് ഓർത്തു നോക്കൂ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് CPM കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകൾ പിന്തുണയ്ക്കുന്ന CPIയേക്കാൾ വലിയ ഘടകകക്ഷിയായി SDPI മാറിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ സീറ്റുകൾ, നേമം മുതൽ മഞ്ചേശ്വരം വരെയുള്ള മറ്റ് സീറ്റുകൾ, അങ്ങനെ നോക്കുമ്പോൾ CPIയേക്കാൾ വലിയ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഘടകകക്ഷി SDPI ആണ്. ആ SDPIയും RSSനെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയും ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം മറന്നാലും എന്തെല്ലാം മായ്ക്കുവാൻ ശ്രമിച്ചാലും ഞാൻ നേരത്തെ
സൂചിപ്പിച്ചതുപോലെ വർഗീയത തുലയട്ടെ എന്ന ചുവരെഴുത്തുകൾ ഇപ്പോഴും കേരളത്തിന്റെ പലയിടത്തായിട്ട് കിടപ്പുണ്ട്. അത് കണ്ട മനുഷ്യർ, അഭിമന്യുവിനെ കണ്ട മനുഷ്യർ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. RSSുമായിട്ടുള്ള നിങ്ങളുടെ ചങ്ങാത്തത്തെ പറ്റി നമുക്ക് ഉടനെ തന്നെ സംസാരിക്കാം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം.